സുഹൃത്തുക്കളെ, ഞാൻ ഷാജഹാൻ ചാലക്കുടി. ഇന്ന് ഒരു ചെറിയ ടോപ്പിക്ക് നിങ്ങളോട് സംസാരിക്കാനാണ് ഞാൻ വന്നത്. അത് വേറൊന്നുമല്ല, ഓഡീഷനുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഓഡീഷന് പോകുന്ന ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ഓഡീഷന് പോകുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കണം? പലർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്, അറിയാവുന്നവർ കേൾക്കണമെന്നില്ല. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇൻഫർമേഷൻ തരുന്നത്. ആദ്യമായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളെ പരിചയപ്പെടുന്ന ഒരു ഭാഗം, സെൽഫ് ഇൻട്രൊഡക്ഷൻ. ഒരാൾക്ക് ഏറ്റവും മനോഹരമായിട്ട്, ഏറ്റവും നന്നായിട്ട്, കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് സ്വന്തം കാര്യമാണ്. നമ്മൾ എവിടെ നിന്ന് വരുന്നു, എന്താണ് നമ്മുടെ ജോലി, എന്താണ് നമ്മുടെ വീടിൻ്റെ സിറ്റുവേഷൻ, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി, നമ്മളെന്ത് ജോലി ചെയ്യുന്നു, എന്താണ് നമ്മുടെ ആഗ്രഹം, എന്താണ് നമ്മുടെ അംബീഷൻ, ഇത്തരം കാര്യങ്ങൾ വളരെ കുറഞ്ഞ വാക്കിലൂടെ കൃത്യമായിട്ട് പറഞ്ഞ് പ്രതിഫലിക്കാൻ കഴിയുക എന്നുള്ളതാണ് സെൽഫ് ഇൻട്രൊഡക്ഷനിൽ നമ്മൾ ഡയറക്ടേഴ്സ് ശ്രദ്ധിക്കുന്ന കാര്യം. ആദ്യമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണ് അത്. നമ്മളറിയാതെ പറഞ്ഞു പോകുന്നൊരു സെക്ഷനാണത്. ചിലപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് ഇവരെ മുമ്പ് ചെല്ലുമ്പോഴായിരിക്കും എന്താണ് എവിടെ നിന്നാണ് ചോദിക്കുന്നത്. ആ സമയത്ത് നമുക്ക് പറയുന്ന ഒരു കാര്യം, ചിലപ്പോൾ നമ്മൾ നാലാളെ അതായത് ഒരു വലിയൊരു ക്രൂവിൻ്റെ മുമ്പിൽ വെച്ചായിരിക്കും നമ്മൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യാൻ പറയുന്നത്. ചിലപ്പോൾ അങ്ങനെ ആവാം, ചിലപ്പോൾ ഇങ്ങനെ ആവാം. അത് ഏത് രീതിയിലാണെങ്കിലും നമ്മൾ പറയുന്നത് കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാകാനും ഒരു സ്ഫുടമായിട്ട് നല്ല കൃത്യതയോടുകൂടി നമ്മൾ കാര്യങ്ങൾ പറയാനും നമുക്ക് സാധിക്കുക. അതിന് നിങ്ങൾ കൃത്യമായിട്ട് സെൽഫ് ഇൻട്രൊഡക്ഷൻ മസ്റ്റായിട്ടും പ്രാക്ടീസ് ചെയ്യണം. അത് നാണം വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ ഒരു 10 വട്ടം നമ്മൾ പറഞ്ഞ് പഠിക്കുക. ക്യാമറയുടെ മുമ്പിലോ കണ്ണടയുടെ മുമ്പിലോ ഒന്ന് പറഞ്ഞ് നമ്മൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞ് പഠിക്കുക. എവിടെ പോയാലും നമുക്ക് നമ്മളെക്കുറിച്ച് പറയാൻ ഒരേ വിഷയങ്ങളുണ്ടാവുള്ളൂ, മാറ്റി മാറ്റി പറയേണ്ടി വരില്ലല്ലോ. നമ്മൾ കൃത്യമായിട്ട് അത് പഠിച്ചു വയ്ക്കുക. പിന്നൊരു കേസ്, നമുക്ക് ആയുധമില്ലാണ്ട് എവിടെയും ജയിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒരു യുദ്ധത്തിന് പോയ ആയുധം വേണം, പ്രസംഗത്തിന് പോയാലും നമുക്ക് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും വിഷയം വേണം. വിഷയധാരിതയുണ്ടായാൽ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പോകുന്നതിലാണ് ഓഡീഷന് വേണ്ടിയിട്ടാണ്, അഭിനയ മേഖലയിൽ കാൽ വയ്ക്കാനാണ്. അപ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു കണ്ടൻറ്റ് എപ്പോഴും നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കണം. ഒരു ഓഡീഷന് പോകുമ്പോൾ ചിലപ്പോൾ നമ്മളോട് പറയും, നിങ്ങളുടെ സ്വന്തം ഭാവനയിൽ എന്തെങ്കിലും സാധനം, സിനിമയിൽ നിന്നില്ല അല്ലാത്ത ഒരു സാധനം നിങ്ങളിഷ്ടമുള്ളത് ചെയ്യാൻ വേണ്ടി പറയും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു സാധനം നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവണം, മനസ്സിലുണ്ടാവണം. ആ സമയത്ത് നമ്മൾ ആലോചിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പാളിപ്പോകും. അപ്പോൾ അതിനുവേണ്ടി 1-2 കണ്ടൻറ്റുകൾ നമ്മൾ മനസ്സിൽ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമ്മളൊരു എപ്പോൾ പറഞ്ഞാലും ചോദിച്ചാലും നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് വെക്കുക. അത് ഒരു കാര്യം. പിന്നെ ഉള്ളത്, നമുക്ക് ആ വേദിയിൽ നമ്മളോട് പറയും, ഒരു ഡയലോഗ് വന്നിട്ട് ചിലപ്പോൾ അത് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി പറയും. അല്ലെങ്കിൽ നമ്മളൊരു 3-4 പേരെ ഒന്നിച്ചിരുത്തിയിട്ട് അവരെന്തെങ്കിലും ഒരു പോർഷൻ തരും, ഏതെങ്കിലും ഒരു ചിത്രത്തിൻ്റെ ഭാഗമോ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ചിത്രത്തിൻ്റെ കുറച്ച് സംഭാഷണ രംഗങ്ങൾ തന്നിട്ട് അതായത് ഓരോരുത്തരെ കൊണ്ട് പറയിപ്പിക്കും. അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇത് പറയുന്ന സമയത്ത് നമ്മൾ ഡയലോഗ് തെറ്റിക്കുകയും ഡയലോഗ് സ്ഫുടമല്ലാതെ വരികയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് ഔട്ടാകും. അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് നമുക്ക് ഡയലോഗിൽ പ്രാക്ടീസ് ചെയ്യണം. അതിന് ഏറ്റവും നല്ല വഴി, നമ്മൾ പത്രം വായിക്കുന്നുണ്ടെങ്കിൽ ദിവസവും അത് ഉറക്കെ വായിക്കുക. നോവലാണെങ്കിൽ അത് ഉറക്കെ വായിക്കുക. അപ്പോൾ അതിനുള്ള പ്രയോജനം 2ആണ്. ഒന്ന്, നമുക്ക് നോളജ് കൂടും. രണ്ടാമത്തെ, നമുക്ക് നാക്ക് കുഴയാതെ സ്ഫുടമായിട്ട് സംസാരിക്കാനുള്ള ഒരു കഴിവ് നമുക്കുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ പ്രാക്ടീസ് ദിവസവും നമ്മൾ പത്രവായന ഉറക്കെയാക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഡയലോഗ് പ്രസൻറ്റേഷൻ വളരെ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. നോവലൊക്കെ വായിക്കുന്ന സമയത്ത് നോവലിലെ കഥാപാത്രങ്ങൾ എങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്, ആ മോഡുലേഷനിൽ തന്നെ നമ്മൾ വായിച്ച് ശ്രമിച്ചു നോക്കുക. അപ്പോൾ ആ ഡയലോഗ് അതേപോലെ ഏതാണോ കഥാപാത്രം, ഏത് സാഹചര്യത്തിലാണ് സംസാരിക്കുക, ആ ഒരു മോഡുലേഷൻ മനസ്സിൽ വെച്ചിട്ട് നമുക്ക് ഉറക്കെ സംസാരിക്കാൻ, ഉറക്കെ വായിക്കാൻ കഴിഞ്ഞാൽ നമുക്കൊരു ഡയലോഗ് ഒരാൾ തന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഓഡീഷനിൽ നിങ്ങൾ വിളിച്ചാൽ നിങ്ങൾക്ക് അവിടെ തോറ്റു പോരേണ്ടി വരില്ല. കോൺഫിഡൻ്റായിട്ട് ആ ഒരു ഓഡീഷനിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് ഒരു ധൈര്യമായിട്ട് അവിടെ പോരാൻ സാധിക്കും. അങ്ങനെ ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഈ ഒരു ടിപ്പുകൾ നിങ്ങൾക്ക് ഉപകരിക്കും. എന്തായാലും ഇഷ്ടപ്പെട്ടാൽ നിങ്ങളതിൻ്റെ മറുപടി പറയുക. അതുപോലെ തന്നെ അറിയാവുന്നവർ ഇത് കാണണമെന്നില്ല, അറിയാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും നന്മകളുണ്ടാവട്ടെ. സിനിമ ഫീൽഡിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം വിജയം ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു.